ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ഓഫ് ഇടുക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൂസ് ഷേക്ക് റെസിപ്പി ആയിട്ടാണ്. സപ്പോട്ട ഷേക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ്. ഇപ്പം ഞാനൊരു 4 സപ്പോട്ട എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയും കുരുവൊക്കെ നീക്കി ആദ്യം ഒന്ന് എടുക്കാം. അപ്പം ഇതുപോലെ നല്ല പഴുത്തതാണെങ്കിൽ കൈ വെച്ചിട്ട് പതുകി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊട്ടി വരും. അല്ലെങ്കിൽ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കേണ്ടി വരും. പിന്നീട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിനുള്ളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ഈ കുരുവുള്ളത് മാറ്റിക്കളയാം. ഇത് കണ്ടോ, നമുക്കിതുപോലെ മുഴുവനായിട്ട് മാറ്റിയെടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്കിത് വേർതിരിച്ച് എടുത്താൽ മതി. ഇപ്പം ഞാൻ ചിക്കൂസ് എല്ലാം കുരുവും തൊലിയൊക്കെ കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിലൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബദാം അല്ലെങ്കിൽ കാഷ്യൂനട്ട് അങ്ങനെയൊക്കെ ചേർത്തിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം. അല്ല, ചിക്കൂസിൻ്റെ ടേസ്റ്റിൽ തന്നെ കുടിക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചിക്കൂസിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ല പഴുത്ത ചിക്കൂസ് എടുക്കുകയാണെങ്കിൽ അതിലധികം കറയുണ്ടാവത്തില്ല. നല്ല പച്ചയൊക്കെ ആണെങ്കിൽ നമ്മളത് പൊട്ടിക്കുന്ന സമയത്തൊക്കെ അതിൽ കറയുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പഴുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യമേ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ്. തിളപ്പിച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലാണ്. തണുത്ത പാല് വേണമെങ്കിലും അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലെ ചിക്കൂസ് അല്ലെങ്കിൽ പാലിൻ്റെ അളവ്, മധുരം അതൊക്കെ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് കൂട്ടിയൊക്കെ എടുക്കുക. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൂസ് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലേക്ക് പകർത്താം. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സ്കൂപ്പ് വനില ഐസ്ക്രീം ഒക്കെ ചേർത്ത് കൊടുക്കാം. അതല്ല, ഇങ്ങനെ തന്നെ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ തന്നെ കുടിക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുവാണ്. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വീട്ടിൽ തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കൊരു സ്ട്രോയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൂസ് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ ജ്യൂസ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ, ബൈ.